ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ 4 പച്ചമാങ്ങ കിട്ടിയപ്പോൾ ചെയ്തൊരു പരിപാടി കേട്ടാണ്. എപ്പോഴും നമുക്ക് പച്ചമാങ്ങ ഒന്നും കിട്ടൂലല്ലേ. പച്ചമാങ്ങ എല്ലാം കിട്ടിയപ്പോൾ അതുകൊണ്ടൊരു സ്പെഷ്യൽ ഉപ്പിലിട്ടതാട്ടോ. സ്പെഷ്യൽ ഉപ്പിലിട്ട് പറഞ്ഞാൽ നമ്മൾ ആരും ചെയ്ത് നോക്കാത്തൊരു പരിപാടിയാണ്. എന്താ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ. പച്ചമാങ്ങ കഴിക്കാൻ പച്ചമാങ്ങൻ്റെ ടേസ്റ്റ് അത് ഉണ്ടാവും ചെയ്യും, എന്നാലോ നല്ലൊരു ഉപ്പിലിട്ട മാങ്ങൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും കേട്ടോ. അങ്ങനെ അതേ നമുക്ക് എങ്ങനെയാണ് പച്ചമാങ്ങ ഉപ്പിലിടലെന്ന് നമുക്കതേ എങ്ങനെ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ മൊത്തം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലി കളഞ്ഞെടുക്കുക പറഞ്ഞാൽ എനിക്ക് പീലർ വെച്ച് ചെയ്യണത് വലിയൊരു താല്പര്യമില്ല, ചെയ്യായില്ല. എന്നാലും ഞാൻ ചെയ്യൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് കത്തിയിലാട്ടോ സ്പീഡ്. ഞാൻ വേഗം കത്തി എടുത്തിട്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അങ്ങനെ കത്തി എടുത്തുങ്ങാണ്ട് മാങ്ങ ചെത്തി എൻ്റെ തൊലി മൊത്തം കളഞ്ഞു. അങ്ങനെ 4 മാങ്ങ ഞാൻ ചെത്തി തൊലി മൊത്തം കളഞ്ഞ് ഇത് എടുക്കണേ. അങ്ങനെ നമ്മളെ മാങ്ങാ പരിപാടി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കണേ. പിന്നെ ഇത് ഞാൻ നോമ്പിനൊന്നും ചെയ്തതല്ല കേട്ടോ, അതിന് മുമ്പ് ചെയ്തതായിരുന്നേ. അപ്പോൾ പിന്നെ നോമ്പിനായാലും നല്ല ടേസ്റ്റ് ആട്ടോ. അത് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചതായിരുന്നേ. നോമ്പിന് ഇങ്ങനെ കുട്ടികൾ ബാറ്ററിയിലിട്ട മാങ്ങൊന്നും കഴിക്കണില്ല, അസുഖം ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തൊലി ചെത്തിയിട്ടത് അത് മൊത്തം വരികയാണ് കേട്ടോ. അങ്ങനെ 4 മാങ്ങ തൊലി ചെത്തി ഞാൻ അതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒരു കട്ടിട്ട് കൊടുക്കണേ. കട്ടാക്കി ചെയ്ത് കൊടുക്കണേ. പക്ഷെ മുറിക്കണമൊന്നുമില്ല. ആ അണ്ടി കൊടുക്ക തന്നെ ഞാനതിൽ വെട്ടിട്ട് കൊടുക്കണേ. അങ്ങനെ 4 മാങ്ങ ഞാൻ ചെത്തി ഇങ്ങനെ മൊത്തം വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലോട്ട് നല്ലോണം വെറും ഉപ്പ് മാത്രമായിട്ട് ചെയ്യണത്. ഉപ്പിട്ട് നല്ലോണം കുടയണം. ഉപ്പിട്ട് നല്ലോണം കുടഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കി. ഉപ്പിട്ട് നല്ലോണം കുടഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ജസ്റ്റ് ഉപ്പിട്ടാൽ കുടയണം മാത്രം. എന്നിട്ടില്ലേ നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റണേ. 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കല്ലുപ്പിട്ട് നിങ്ങളെ താല്പര്യത്തിന് ഏത് ഉപ്പും വേണേലും ഇടാം. 2 ടേബിൾ സ്പൂൺ നിറയൊന്നും വേണ്ട. നല്ലോണം ഇട്ടിട്ടത് ഈ കല്ലുപ്പ് വലിയൊരു ഉപ്പ് രസം കുറവാട്ടാം. ഇപ്പം ഞാൻ നമ്മളെ പൊടിപ്പൊക്കെ ആണെങ്കിൽ നല്ല ഓവറാവും. ഇത്തിരി നിങ്ങളുടെ പാകത്തിലിട്ടാൽ മതി ഉപ്പ്. ഉപ്പൊക്കെ ഇടുമ്പോൾ അവനാൻ്റെ ടേസ്റ്റ്, എരിവ് പുളിയൊക്കെ, പിന്നെ ഉപ്പും മധുരവും പുളിയും അങ്ങനത്തതൊക്കെ അവനാൻ്റെ ടേസ്റ്റിനനുസരിച്ചാണ് ഉപ്പൊക്കെ പാകാക്കാന്നുള്ളത്. എന്നാലും ഇതിങ്ങനെ ഇട്ടിട്ട് നല്ലോണം നമ്മൾ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതിട്ടാ. അപ്പോൾ തന്നെ നമ്മൾ വൈകുന്നേരം എടുത്ത് കഴിക്കാനും പറ്റും. പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ട് ഒരു പീസ് വൈകുന്നേരം 1 പീസ് പകലൊക്കെ എടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങയുടെ റെസിപ്പി.